ഹായ്, ഞാൻ സൈനുദ്ദീൻ ചെറുകാട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സമൂദ് ഗോത്രക്കാരെ സംബന്ധിച്ച് തയ്യാറാക്കിയ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇത് പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാമിനെയും സമൂദ് ഗോത്രവർഗക്കാരെയും സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വിവരിച്ചതിൻ്റെയും നബത്തിയൻ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. തീർച്ചയായും ഹിജ്റിലെ നിവാസികൾ ദൈവദൂതന്മാരെ നിഷേധിച്ചു കളയുകയുണ്ടായി. അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ചെയ്തു, എന്നിട്ട് അവർ അവയെ അവഗണിച്ചു കളയുകയായിരുന്നു. അവർ പർവ്വതങ്ങളിൽ നിന്ന് പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കി നിർഭയരായി കഴിയുകയായിരുന്നു. അങ്ങനെയിരിക്കെ പ്രഭാതവേളയിൽ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. അപ്പോൾ അവർ പ്രവർത്തിച്ചുണ്ടാക്കിയിരുന്നതൊന്നും അവർക്കുപകരിച്ചില്ല. പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായമായ അൽ ഹിജ്റിലെ 80 മുതൽ 84 വരെയുള്ള സൂക്തങ്ങളാണ് നിങ്ങളിവിടെ കേട്ടത്. അൽ ഹിജ്ർ എന്നാൽ സൗദി അറേബ്യയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് മദായി സാലിഹ് എന്നാണ്. സൗദി അറേബ്യയിലെ മദീന പ്രൊവിൻഷ്യയിൽ നിന്ന് സിറിയയിലേക്കുള്ള യാത്രാമാർഗത്തിൽ 370 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് അൽ ഊലയിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരത്താണ് അൽ ഹിജ്ർ അല്ലെങ്കിൽ മദായി സാലി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 13.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പ്രദേശത്ത് ചരിത്ര സ്മാരകങ്ങൾ നിറഞ്ഞ വിശാലമായ മരുഭൂമിയാണ്. സാലിഹ് നബി അലൈഹിസ്സലാം എന്ന പുണ്യപ്രവാചകന്റെ ത്യാഗോജ്ജലമായ ജീവിതകഥകളും സമൂദ് വർഗത്തിന്റെ ജീവിത രീതികളുടെയും സാഹസികതകളുടെയും ധിക്കാരത്തിന്റെയും അനേകം ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണ് സാം. സാമിന്റെ സന്താന പരമ്പരയിലാണ് സാലിഹ് നബി അലൈഹിസ്സലാം ജനിച്ചത്. ആ പരമ്പര ഇങ്ങനെയാണ്: നൂഹ് അലൈഹിസ്സലാം, സാം, ഇറം, ആബിദ്, സമൂദ്, ഹാജിർ, ഉബൈദ്, ആസിഫ് അല്ലെങ്കിൽ മാസിഫ്, ഉബൈദ്, സാലിഹ് എന്നിങ്ങനെയാണ്. സമൂദിന്റെ സന്താന പരമ്പരയാണ് സമൂദ് ഗോത്രം എന്നറിയപ്പെടുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്കും പിന്നീട് വന്ന ആദ് സമൂഹത്തിനും ശേഷമാണ് സമൂദ് സമൂഹം വരുന്നത്. മദായി സാലി എത്തിക്കഴിഞ്ഞാൽ പ്രവേശന ടിക്കറ്റ് എടുത്തതിന് ശേഷം അൽ ഊല ടൂറിസത്തിന്റെ വാഹനങ്ങളിലാണ് കിലോമീറ്ററുകളോളം യാത്ര ചെയ്യാനുള്ളത്. ഉസ്താദ് സിംസാറുൽ ഹക്ക് ഹുദവിയും ഉസ്താദ് അബ്ദുറഹ്മാൻ അറക്കൽ ഹുദവിയും അൽ ഹിന്ദ് യാസറും മറ്റു കൂട്ടുകാരും ചേർന്നാണ് ഞാൻ മദായി സാലി സന്ദർശിച്ചത്. ഉസ്താദ്മാരുടെ ചരിത്രപരമായ വിശദീകരണം വളരെ വൈജ്ഞാനികമായിരുന്നു. ഇനി മദായി സാലിയിലെ കാഴ്ചകൾ എന്തൊക്കെയൊന്ന് നോക്കാം. പ്രവേശന ഭാഗത്തുള്ള കൂറ്റൻ ശവക്കല്ലറുകൾ ക്രിസ്തുവിനു മുമ്പ് 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഇതിൽ 131 കല്ലിൽ കൊത്തിയെടുത്ത ശവകുടീരങ്ങളുണ്ട്. ഇതിൽ പലതിലും ശിലാചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകതകളൊന്നുമില്ലാത്ത 2000-ഓളം മറ്റ് ശവക്കല്ലറകളും ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. കല്ലറകളിൽ അടക്കം ചെയ്തവരെക്കുറിച്ചും കല്ലറ പണിതവരെക്കുറിച്ചുമുള്ള വിവരങ്ങളുണ്ട്. ഇവിടുത്തെ കല്ലറകളിലും കിണറുകളിലും നബത്തികളുടെ വാസ്തുശില്പ നിർമ്മാണ നൈപുണ്യം വ്യക്തമാക്കുന്നുണ്ട്. നബത്തിയൻ സംസ്കാരത്തിന് മുമ്പുള്ള 50 ലിഖിതങ്ങളും ചിത്രകലകളും ഇവിടെ ദൃശ്യമാണ്. ജോർദാനിൽ നബത്തിയരുടെ തലസ്ഥാനമായ പെട്ര കഴിഞ്ഞാൽ 2ാമത്തെ വലിയ പട്ടണം മദായി സാലി ആണെന്നാണ് പറയപ്പെടുന്നത്. പർവ്വതങ്ങളിൽ കൊത്തിയെടുത്ത കല്ലറകളിൽ പ്രധാനപ്പെട്ടത് ഇവയാണ്: ജബൽ ഇത്തിലിഫ്. ഇതൊരു പർവ്വത സമുച്ചയമാണ്. ഇത് ഈ ജനതയുടെ മതപരമായ കേന്ദ്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെയുള്ള ദിവാൻ എന്നറിയപ്പെടുന്ന വലിയ ഹാളും മറ്റും ഭരണാധികാരികളുടെ യോഗങ്ങൾക്കും വിരുന്നുകൾക്കുമായി ഉപയോഗിച്ചിരുന്നു.
പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഇടുങ്ങിയ വഴികളും കാണാം. ഖസർ അൽ ഹാരിത്ത്, ഇത് ഒറ്റപ്പെട്ട ഒരു വലിയ പാറയിൽ കുത്തിയെടുത്ത കല്ലറയാണ്. ഹാരിത്ത് എന്നാൽ അപൂർവമായത് എന്നാണ്. ജബൽ അൽ ഹമ്മർ, ഇവയിൽ മിക്കതിലും സിംഹങ്ങളുടെയും മറ്റു പുരാതന രൂപങ്ങളുടെയും ശില്പങ്ങൾ കാണാം. ഇവ കൂടാതെ മഹ്ലബ് അൽ നാഖ, ഒട്ടകത്തിൻ്റെ കിണർ, ഖസർ അൽ അജൂസ്, ഒരു വൃദ്ധയുടെ ക്ഷേത്രം, അൽസന കോട്ട എന്നിവയുമുണ്ട്. മലമുകളിൽ നിന്നും താഴേക്ക് പാറകൾ തുറന്ന് കൊത്തിയെടുത്ത് വലിയ കെട്ടിടങ്ങളും ധാരാളം വീടുകളും ശവക്കല്ലറകളും പണിത ഈ സമൂത് ജനത വലിപ്പമുള്ളവരും ശക്തരും സമ്പന്നരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അഹങ്കാരവും അനീതിയും അക്രമവും കാണിക്കുകയും ചെയ്തു. അവർ വിഗ്രഹാരാധനകളിൽ മുങ്ങിയിരുന്നു. ഇവരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിയെ നിയമിച്ചു. അദ്ദേഹം സമൂത് ജനതയോട് ഏകദൈവ വിശ്വാസം, തൗഹീദ് സ്വീകരിക്കാനും വിഗ്രഹാരാധന ഉപേക്ഷിക്കാനും അനീതിയും അക്രമവും ഉപേക്ഷിക്കാനും ഉപദേശിച്ചു. ജനതയുടെ ഒരു ചെറിയ വിഭാഗം ആ ഉപദേശം സ്വീകരിച്ചെങ്കിലും മറ്റുള്ളവർ അദ്ദേഹത്തെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഒരു ദിവസം സാലിഹ് നബി അലൈഹിസ്സലാമയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ആളുകൾ പറഞ്ഞു, നിന്റെ ദൈവത്തിന് കഴിവുണ്ട് എങ്കിൽ ആ മലമുകളിലെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ഒരു വലിയ പെൺ ഒട്ടകത്തെ ഇറക്കിക്കൊണ്ടുവാ, എന്നാൽ ഞങ്ങൾ നിന്റെ ദൈവത്തെ വിശ്വസിക്കാം. സ്വാലിഹ് നബി ഈ വെല്ലുവിളി ഏറ്റെടുത്തു. അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മലമുകളിൽ നിന്നും ഒരു ഘോര ശബ്ദം കേട്ടു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. പാറ പിളർന്ന് ഒരു പെൺ ഒട്ടകം ഇറങ്ങി വരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, നാഗത്തുള്ള. ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഇവയെ ആരും ഉപദ്രവിക്കരുത്. ഇവക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും കഴിച്ചു കൊള്ളട്ടെ. എല്ലാവരും അത്ഭുതപ്പെട്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയിൽ വിശ്വസിക്കാനും വാക്ക് പാലിക്കാനും തയ്യാറായില്ല. മാത്രമല്ല, ഒട്ടകം കിണറ്റിൽ നിന്നും ധാരാളം വെള്ളം കുടിക്കുന്നത് കൊണ്ട് മറ്റു കന്നുകാലികൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന പരാതിയും വന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അതിനൊരു പരിഹാരമാർഗം അറിയിച്ചു. ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കട്ടെ, അടുത്ത ദിവസം നിങ്ങളുടെ കന്നുകാലികൾ കുടിക്കട്ടെ. ഇങ്ങനെ തുടരുന്നതിനിടയിൽ സമൂഹ ജനത ആ ഒട്ടകത്തെ കൊല്ലാൻ തീരുമാനമെടുക്കുകയും ഒട്ടകത്തിൻ്റെ കാലിന് അമ്പു ചെയ്ത് കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടുകയും ചെയ്ത് കൊലപ്പെടുത്തി. വിവരമറിഞ്ഞ സ്വാലിഹ് നബി അലൈഹിസ്സലാം വളരെ സങ്കടപ്പെട്ടു. ആഹ്ലാദിച്ചുകൊണ്ടിരുന്ന തൻ്റെ ജനതയോട് ഇതിനുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ 3 ദിവസം കൊണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം രാവിലെ ഭയങ്കരമായ ഒരു ഇടിമുഴക്കവും ശക്തമായ ഭൂകമ്പവും ഉണ്ടായി. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച കുറച്ച് പേർ ഒഴിച്ച് ബാക്കിയുള്ള ജനത മുഴുവനായും നശിപ്പിക്കപ്പെട്ടു. പാറ പിളർന്ന് ഇറങ്ങി വന്ന പെണ്ണൊട്ടകം പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നും അല്പം ദിവസങ്ങൾക്ക് ശേഷം അത് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നെല്ലാം ചിലയിടങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയും സമൂത് ജനതയെയും കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അൽ ഹിജ്ർ കൂടാതെ വേറെയും അധ്യായങ്ങളിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന സമൂത് ജനതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. സമൂത് ഗോത്രത്തിൻ്റെ വാസ്തുവിദ്യ നൈപുണ്യത്തെക്കുറിച്ച് ഖുർആൻ എടുത്തു പറയുന്നു. അധ്യായം 7 അൽ അറാഫ് 73 മുതൽ 79 വരെ. നിങ്ങൾ സമതലങ്ങളിൽ കൊട്ടാരങ്ങൾ പണിയുകയും പാറകൾ വെട്ടി തുറന്ന് വീടുകൾ ഉണ്ടാക്കുകയും ചെയ്തതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ആദ്യ ജനതയ്ക്ക് ശേഷം പിൻഗാമികളാക്കിയതും ഭൂമിയിൽ നിങ്ങൾക്ക് അവൻ സൗകര്യങ്ങൾ നൽകിയതും ഓർക്കുക. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒട്ടകത്തെക്കുറിച്ചും ജലവിതരണത്തെക്കുറിച്ചും ഖുർആൻ വിവരിക്കുന്നു. അധ്യായം 26 അശ്ശുഅറാ 151 മുതൽ 158 വരെ. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതാ ഒരു ഒട്ടകം, അവൾക്ക് വെള്ളം കുടിക്കാൻ ഒരു ഊഴമുണ്ട്. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസം വെള്ളം കുടിക്കാനുള്ള ഊഴവുമുണ്ട്. അതിനെ നിങ്ങൾ ഒരു ദ്രോഹവും വരുത്തരുത്. വരുത്തിയെങ്കിൽ ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളെ പിടികൂടും. ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവർക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഖുർആൻ ചിത്രീകരിക്കുന്നത് ഇങ്ങനെയാണ്. അധ്യായം 11 ഹൂദ് 61 മുതൽ 69 വരെ. എന്നിട്ടവർ ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ 3 ദിവസം സുഖിച്ചുകൊള്ളുക. ഇത് കളവാക്കപ്പെടാത്ത ഒരു വാഗ്ദാനമാകുന്നു. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ സാലിഹിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി.
അഹങ്കാരികളായ സമൂഹ ജനതയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അധ്യായം 27 അൻ-നംൽ 52 പറയുന്നു. അവർ അക്രമം പ്രവർത്തിച്ചത് നിമിത്തം ഇതാ അവരുടെ വീടുകൾ ശൂന്യമായി കിടക്കുന്നു. തീർച്ചയായും മനസ്സിലാക്കുന്ന ജനതയ്ക്ക് അതിൽ വലിയൊരു ദൃഷ്ടാന്തമുണ്ട്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് സമൂദ് ഗോത്രക്കാരെ ഭയങ്കരമായ ശബ്ദത്തോടെയും ഒരു ഭൂകമ്പത്തോടെയുമാണ് നശിപ്പിക്കപ്പെട്ടത്. ഇതുപോലെ വേറെയും ജനതയെ നശിപ്പിച്ച സംഭവം ഖുർആനിൽ വിവരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ വലിയൊരു പ്രളയത്തിലൂടെ നശിപ്പിക്കപ്പെടുകയും നൂഹ് നബിയെയും വിശ്വാസികളെയും മാത്രം കപ്പലിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഹൂദ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത ആദ് സമൂഹം ശക്തരായ ജനവിഭാഗമായിരുന്നു. തങ്ങളുടെ കരുത്തിൽ അഹങ്കരിച്ച ഇവരെ ശക്തമായ കാറ്റിലൂടെയാണ് നശിപ്പിക്കപ്പെട്ടത്. ലൂത്ത് നബിയുടെ സമൂഹം അശ്ലീലതയും സ്വവർഗരതിയിലും ഏർപ്പെട്ടിരുന്ന ഒരു ജനതയായിരുന്നു. മഴ പോലെ കല്ലുകൾ വർഷിച്ചും അവരുടെ നാടിനെ കീഴ്മേൽ മറിച്ചുമാണ് നശിപ്പിച്ചത്. ശുഹൈബ് നബിയുടെ സമൂഹം അളവിലും തൂക്കത്തിലും കള്ളത്തരം കാണിച്ചിരുന്നു. പ്രവാചകനെ നിഷേധിച്ച ഇവരെ കഠിനമായ ചൂടും പിന്നാലെ വന്ന വലിയൊരു ശബ്ദവുമാണ് ഇവരെ ഇല്ലാതാക്കിയത്. മൂസാ നബിയെയും ഇസ്രായേൽ സന്തതികളെയും പീഡിപ്പിക്കുകയും സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടുകയും ചെയ്ത ഫിറൗനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ ചരിത്ര സംഭവം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ ഖുർആനിൽ വിവരിക്കുന്നത് കേവലം കഥകളായിട്ടല്ല, മറിച്ച് അഹങ്കാരവും ധിക്കാരവും മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കൂ എന്നതിൻ്റെ മുന്നറിയിപ്പാണ്. ലോകത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.